2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ചില മുന്നണി തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസും ലീഗും കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് കഴിഞ്ഞാൽ ലീഗാണ് ഏറ്റവും കൂടുതൽ UDFിൽ പ്രബല കക്ഷി. 2001 കോൺഗ്രസ്സിന് കിട്ടിയ മികച്ച വിജയം 2011 അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് 38 സീറ്റ് കിട്ടിയപ്പോൾ ലീഗാണ് വാസ്തവത്തിൽ 72 എന്ന ടാലിയിലേക്ക് 20 MLA സംഭാവന ചെയ്തു. അന്ന് 5ാം മന്ത്രി വിവാദത്തിൽ വലിയ തോതിൽ ആര്യാടൻ മുഹമ്മദ് എടുത്ത നിലപാടുകൾ ലീഗിനെ പ്രകോപിപ്പിക്കുകയും അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ പ്രസ്താവന നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ചന്ദ്രിക പത്രത്തിൽ ആര്യാടൻ മുഹമ്മദിനെതിരെ ലീഗിൻ്റെ ഒളിയമ്പും ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് KM ഷാജി. അദ്ദേഹം ചില നിഗമനങ്ങൾ ആര്യാടനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഈ ഞരമ്പ് രോഗി എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള പ്രസ്താവന ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി KM ഷാജി പറഞ്ഞൊരു മറുപടിയുണ്ട്. ലീഗിനകത്തായിരുന്നാലും കോൺഗ്രസിനകത്തായിരുന്നാലും ആരെ വേണമെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷത്ത് അത്തരത്തിലൊരു സ്വാതന്ത്ര്യമുണ്ടോ? CPIMൻ്റെ അധികാര ധാർഷ്ട്യത്തെക്കുറിച്ച് CPIക്ക് എന്തെങ്കിലും ഒരക്ഷരം ഇടാൻ കഴിയുമോ എന്ന് KM ഷാജി തിരിച്ചു ചോദിച്ചു. അതിന് കൃത്യമായ ഒരു ഉത്തരവും ഇല്ല. ഇടതുപക്ഷ മനോഭാവമുള്ള മാധ്യമ പ്രവർത്തകർ മൈക്കും ചൂണ്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് KM ഷാജി ചോദിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പല രീതിയിലുള്ള പ്രസ്താവനകളുമുണ്ട്. എന്താണ് ആര്യാടൻ ഷൗക്കത്തിനുള്ള എക്സ്ട്രാ യോഗ്യത എന്ന കാര്യം KM ഷാജിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം UDF സ്ഥാനാർത്ഥി തന്നെ, അതുതന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ, അതായത് ജൂൺ 19 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണലാണ്. ഇനി വോട്ടെടുപ്പിന് ആകെ ബാക്കിയുള്ളത് 10 ദിവസങ്ങൾ മാത്രമാണ്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് തന്നെയാണ്. അവിടെ എങ്ങനെയായിരിക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രതിഫലിക്കുക? അൻവർ ആരുടെ പരാജയത്തിന് ആക്കം കൂട്ടാനായിരിക്കും നിൽക്കുന്നത്? അൻവറിന് ഏതെങ്കിലും രീതിയിൽ CPIMന് എതിരെ വൻതോതിലുള്ള പ്രകടനം നടത്താൻ കഴിയുമോ? അതോ UDFന് പാരയാകുമോ? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ പലതുമുണ്ട്. ഏതായാലും ഷൗക്കത്തിൻ്റെ വോട്ടിൽ വിള്ളൽ വരുത്താൻ അൻവറിന് കഴിയില്ല. കാരണം അൻവറും ഷൗക്കത്തും പരസ്പരം എതിരാളികളായി തന്നെയാണ് ഈ കണ്ട കാലം അത്രയും പ്രവർത്തിച്ചത്. അൻവർ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പോലും ഷൗക്കത്തിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ടുകൾ അത് കൃത്യമായും അദ്ദേഹത്തിൻ്റെ പെട്ടിയിലേക്ക് തന്നെ വീഴും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് മുൻപന്തിയിൽ വെച്ചിരുന്ന 2 പേരുകൾ VS ജോയിയുടെയും ഷൗക്കത്തിൻ്റെയും ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട തീരുമാനം, അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ജോയിയിൽ കൂടി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.